Hi friends, welcome back to our channel CBSE Tricks. We have last classes we have discussing about life process, and in last class what we have discussed respiration, and also we are going to continue the same respirations. Okay, now we can go. Okay, now we can discuss about inhalation and exhalation. Yes, what do you mean by inhalations? The intake of, the process of the rich amount of oxygen intake. Okay, the rich amount of oxygen intake is known as what? Inhalations. Is known as what? Inhalation. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഹലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്? എക്സ്ഹലേഷൻ. ഓക്കെ, അപ്പോൾ എക്സ്ഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിച്ച് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിലീസ്ഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്ഹലേഷൻ എന്ന് വിളിക്കുന്നത്. Okay, that's now we can conclude what is inhalation and exhalation. The inhalation means the rich amount of oxygen intake is known as what? Inhalation. The removal of large amount of carbon dioxide is known as what? Exhalations. Okay, now we can consider in the breath rate. What do you mean by breath rate? Okay, a number of person breathe. Okay, number of person breathe in 1 minute. Okay, in 1 minute he on his or her what? Breathing rate. അതാണ് എന്ത്? അവരുടെ breathing rate. അതായത് ഒരു മിനിറ്റ് കൺസിഡർ ചെയ്യുക. The number of time in a particular minute. അതായത് ഒരു മിനിറ്റ് ബ്രീത്ത് ചെയ്യണതിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നത്? ബ്രീത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ? അതായത് ഒന്നുകൂടി ഞാൻ പറഞ്ഞത് എന്താണ് ബ്രീത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എ നമ്പർ ഓഫ് പേഴ്സൺ. ഓക്കെ, നമ്പർ ഓഫ് പേഴ്സൺ ബ്രീത്ത് പെർ എ മിനിറ്റ്. അതായത് ഒരു മിനിറ്റിൽ എത്ര ബ്രീത്ത് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രീത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. Now I think you have understood what is inhalation, exhalation and breath rate. Okay, now we can go to diffusion. Next portion, diffusion. Yes, now we can discuss about the diffusion. The diffusion means movement of a molecule. Okay, a movement of molecule from one concentration means higher concentration to the lower concentration without spending energy. അതായത് എന്താ നമ്മൾ പറയുന്നത്? ഇപ്പോൾ ഡിഫ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുക, അതിൻ്റെ മൂവ്മെന്റ് എവിടുന്നാണ്? ഹയർ കോൺസെൻട്രേഷന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റിന് എനർജി ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ, സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, യെസ്, സെല്ലുലാർ റെസ്പിറേഷൻ. Okay, what do you mean by cellular respiration? Cellular respiration, it is a set of metabolism. It's the set of metabolic reaction is take place where? Inside the cell. അതായത് ഈ സെല്ലുലാർ റെസ്പിറേഷൻ, സെല്ലുലാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടേക്കും റെസ്പിറേഷൻ റിയാക്ഷൻ നടക്കുക? സെല്ലിലായിരിക്കും. അപ്പം എന്ത് സംഭവിക്കും? ഈ സെല്ലിൽ ചെന്നല്ലോ, സെല്ലിലാണെന്ന് പറഞ്ഞല്ലോ, സെല്ലിന് എന്ത് ചെയ്യുന്നു? കൺവേർഷൻ നടക്കും. ഓക്കെ, കൺവേർട്ടഡ് ഇൻ ടു ദ ബയോകെമിക്കൽ സബ്സ്റ്റൻസ്, ബയോകെമിക്കൽ എനർജി. ബയോകെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്താണ്? എനർജി. ഓക്കെ, എനർജി ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, എനർജി ആയി കൺവേർട്ട് ചെയ്യുന്നു. എവിടെ നിന്ന്? ഫുഡിൽ നിന്ന്. ഇൻടു എന്തായി മാറ്റും? കെമിക്കൽ സബ്സ്റ്റൻസ് ആയി മാറും. അതിനൊരു കെമിക്കൽ സബ്സ്റ്റൻസ് എന്താണ് കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ATP. എന്താണ് ATP എന്ന് പറഞ്ഞാൽ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ദ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് ടേക്ക് പ്ലേസ് മെറ്റബോളിക്
reaction which take place inside the cell and which convert the substance into the biochemical reaction and chemical energy, and this converted into from the food and which convert into the chemical energy. This chemical energy is known as ATP. ATP means adenosine triphosphate. Okay, now we can discuss what is cellular respiration in detail. Okay, it refers a chemical reaction. Is that already we have discussed what is a cellular respiration. There is a chemical reaction. What is that? Adenosine triphosphate. Yes, it refers in two states. What are they? Catabolism, anabolism. Yes, what is catabolism and anabolism? Okay. Yes. Yes. What there are two types. The chemical reactions refers in two steps. What are they? Catabolism, anabolism. The catabolism means the process of breakdown of molecules. Okay, the process of breakdown of molecule obtained from the energy. അതായത് എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? നമ്മുടെ ഈ മോളിക്യൂൾസ് ആണ്. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ മോളിക്യൂൾസ്. ആ മോളിക്യൂൾസിനൊക്കെ ബ്രേക്ക് ഡൗൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്? എനർജി ഡിപ്പെൻഡ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നത്? കാറ്റബോളിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ആനബോളിസം എന്ന് പറഞ്ഞാൽ സിന്തസൈസ് എ കോമ്പൗണ്ട് വിത്ത് റിക്വയറിംഗ് ഫോർ ദ സിന്തസിസ് ഓഫ് എന്തിനു വേണ്ടിയിട്ട്? സെൽസിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് എന്ത് വേണം? റിക്വയർഡ് ബൈ ദ സെൽസ്. എന്തിന് വേണ്ടത്? എവിടുന്ന് കിട്ടുന്നുണ്ട്? സെൽസ് നിന്ന് കിട്ടുന്നുണ്ട്. അതായത് കാറ്റബോളിസത്തിന് എനർജി വേണം. ഇവിടെ എന്ത് വേണ്ട? എനർജി ഡിപ്പെൻഡന്റ് അല്ല എന്നാണ് പറയുന്നത്. Okay, now we can go to respiration catabolic process. What is catabolic process? Which breakdown? അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ പറഞ്ഞു എനർജി ഡിപ്പെൻഡ് ഒപ്റ്റൈൻ ഫ്രം ദ എനർജി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ലാർജ് മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഈ ലാർജ് മോളിക്യൂൾസിനൊക്കെ എന്ത് ചെയ്തു? ലാർജ് മോളിക്യൂൾസിനൊക്കെ എന്തായി? ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപ്ലർ വൺസ് ആക്കി മാറ്റി. ആരെ? ദിസ് catabolic reactions. Okay, then we can discuss what the glycolysis. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞല്ലോ, ലാർജ് മോളിക്യൂൾസിനെ സിംപ്ലർ വൺസ് ആയി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? എ ഫ്യൂവൽ. ഓക്കെ, എ ഫ്യൂവൽ ടു ദ സെല്ലുലാർ ആക്ടിവിറ്റി. എന്തിനു വേണ്ടിയിട്ട്? അവിടെ എന്താണ്? എനർജി ആക്കി എന്താണ്? ഫ്യൂവൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ എന്താ പഠിച്ചത്? കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ വിച്ച് ഒപ്റ്റൈൻ ഇതെന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾ വിത്ത് ഡിപ്പെൻഡിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്? എനർജീനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സിനെ എന്ന് വിളിക്കുന്നത് കാറ്റബോളിസം. ഇത് കാറ്റബോളിസം റെസ്പിറേഷൻ കാറ്റബോളിസത്തിന് പറയുന്നത് എന്തായിരുന്നു? അവിടെ എന്തായിരുന്നു? ലാർജ് മോളിക്യൂൾസിനൊക്കെ എന്ത് സംഭവിച്ചു? ബ്രേക്ക് ഡൗൺ ചെയ്തു ബൈ എന്തിൻ്റെ? റിലീസിങ് എനർജി ഓഫ് ഫ്യൂവൽ സെല്ലുലാർ ആക്ടിവിറ്റി. ഓക്കെ, പിന്നെന്താ നമുക്ക് ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി സെല്ലുലാർ റെസ്പിറേഷനിൽ ഡിസ്കസ് ചെയ്യാൻ എന്താ വെച്ചാൽ ദ ഗ്ലൈക്കോളിസിസ് Krebs cycle that we have to discuss in last classes. So Krebs cycle and electron transport are important process in the cellular respiration. അപ്പോൾ എന്താണ്? ഗ്ലൈക്കോളിസിസ്, Krebs cycle അതൊക്കെയാണ് എന്തിന് ഇമ്പോർട്ടൻറ്റ്? ഈ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, now we can move to anaerobic respiration. Okay, now we are going to discuss what aerobic respiration. The aerobic respiration means the process of food. Okay, the process of food that the glucose is converted into what? Energy. Okay, the glucose is converted into energy in the presence of oxygen is known as what? Aerobic respirations. Okay, there is a chemical equation for representing this. What? First one is what? Glucose. Glucose combined with the oxygen, which forms what? Carbon dioxide, water and what? Energy. Okay, അപ്പോൾ എന്താണ്? ഗ്ലൂക്കോസ് ഈസ് കമ്പൈൻഡ് വിത്ത്, അതായത് ഗ്ലൂക്കോസ് എന്തുമായി കമ്പൈൻ ചെയ്തു? ഓക്സിജനുമായി കമ്പൈൻ ചെയ്തു. അപ്പോൾ എന്ത് ഫോം ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോസസ്സ് എന്തിൻ്റെ പ്രോസസ്സാണ്? എയറോബിക് റെസ്പിറേഷൻ്റെ പ്രോസസ്സ്. അപ്പോൾ അതായത് ഒരു ഫുഡ് നമ്മൾ എന്താണ്? ഫുഡാണ് ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കോസ് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന? കാരണം അവിടെ ഒരു ഗ്ലൂക്കോസ് ഉണ്ട്. ഗ്ലൂക്കോസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജീനെ ഗ്ലൂക്കോസ് എന്തുമായി ഡിപ്പെൻഡൻ്റ് ആണ്? ഓക്സിജനുമായി ഡിപ്പെൻഡൻ്റ് ആണ്. അവിടെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, now we can discuss what the
what? The respiration in lower animals. Lower animals. Yes. Respiration in lower animals means അതായത് ലോവർ ആനിമൽസ് എന്ന് പറയുന്നത് എർത്ത് വോം, ഫ്രോഗ്, പിന്നെന്താണ് അങ്ങനെയുള്ള ഫിഷ്, ഇൻസെക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്ത് പറയാം? ഫിഷിന്റെ പറയാം. ഫിഷ് വിച്ച് ബ്രീത്ത് ത്രൂ എന്തിലൂടെ ബ്രീത്ത് ചെയ്യുന്നത്? ത്രൂ ദെയർ ഗിൽസ്. അപ്പൊ എന്താണ് ഫിഷ് എന്താണ് എയിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? ത്രൂ ദെയർ ഗിൽസ്. അതായത് അവരെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കെ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഗിൽസിലൂടെയാണെന്ന് പറയുന്നത്. ഫിഷ് gills. Okay. Second one is insects. Insects എന്തിലൂടെയാണ്? ത്രൂ ഇൻസെക്ട്സിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എന്തിലൂടെയാണ്? ട്രക്കിയൽ സിസ്റ്റം. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? എർത്ത് വാം എന്താണ്? എർത്ത് വാം എന്തിലൂടെ? ത്രൂ ദെയർ സ്കിൻ. ഓക്കെ, അവരുടെ സ്കിന്നിലൂടെ. ഫ്രോഗ് എന്താണ്? ത്രൂ ദെയർ സ്കിൻസ്. ഇത്രയും ലോവർ ആനിമൽസിന്റെ റെസ്പിറേഷൻ സിസ്റ്റമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നുകൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് എയറോബിക് റെസ്പിറേഷൻ? എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ഇൻടേക്ക്. ദ ഇൻടേക്ക് ഓഫ് ഫുഡ്, ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് ദെൻ ദ ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് and the glucose is converted into energy in the presence of oxygen. Okay, now the chemical reaction. The chemical reaction means glucose is combined with oxygen which form carbon dioxide, water and energy. Then lower animals. Next one is lower animals. First one is fish. The fish is exchange the gas through their gills, and the insects, they are exchange their gas through the tracheal system. And next one is earthworm through their skin, and frog also through their skin. Okay, now we can go to the next one. Okay, now we can discuss about the respiration in muscles. Respiration in muscles discuss ചെയ്യുമ്പോൾ എന്ത് പറയണം? Anaerobic respiration പറയണം. Aerobic respiration എന്ന് പറഞ്ഞാൽ എന്താ? There is no enough oxygen. Okay, അപ്പോൾ എന്താണ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ the respiration in muscles. Okay, the respiration in muscles can be anaerobic when there is no enough in the oxygen. Okay, the glucose which break down into what? The carbon dioxide and lactic acid. Okay, the glucose എന്തായി മാറി എന്ന് പറഞ്ഞത് glucose which convert, അതായത് എന്തായി മാറി? കാർബൺ ഡയോക്സൈഡും പ്ലസ് ലാക്ടിക് ആസിഡുമായി മാറി. അപ്പൊ എന്തായി? ലാക്ടിക് ആസിഡ് ഉണ്ടായത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ എന്തുണ്ടാവും? മസിൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. മസിൽസിന് എന്ത് സംഭവിക്കും? മസിൽ സോഴ്സ് ഉണ്ടാവും. സോറാവും. അപ്പൊ എന്താ? മസിൽ സോറായി. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ എന്ത് സംഭവിച്ചു? ദ ടൈപ്പ് ഓഫ് അനറോബിക് റെസ്പിറേഷൻ ഈസ് നോൺ ആസ് വാട്ട്? ലാക്ടിക് ഫെർമെന്റേഷൻ. ഇങ്ങനത്തെ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ലാക്ടിക് ഫെർമെന്റേഷൻ. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് മസിൽ respiration എന്ന് പറഞ്ഞാൽ when, അതായത് this process when muscle respiration, then there will be anaerobic എന്ന് പറഞ്ഞാൽ എന്താ? There is lack of oxygen supply, then there is no enough oxygen, so then what happened? The glucose which break down into carbon dioxide and lactic acid. Okay, break down to lactic acid. This result in the accumulation. എന്തിനെ accumulate ചെയ്യും? അവിടെ ലാക്ടിക് ആസിഡിനെ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ലാക്ടിക് ആസിഡിനെ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മസിൽ സോഴ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ആ സിസ്റ്റത്തിനെയാണ്, ആ അനറോബിക് സിസ്റ്റത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ലാക്ടിക് ഫെർമെന്റേഷൻസ്. ഓക്കെ, now I think you have understood what is respirations. Okay, now we can move to the now we are going to discuss the last portion of today's class. What is that? Transpiration. Transpiration means it is a biological process. Okay, it is a biological process. Water loss. Okay, water and loss in the form of what? Water vapor. Okay, water vapor from the aerial part of what? Aerial part of plant. Okay, അപ്പോൾ അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ട്രാൻസ്പിറേഷൻ ആണ്. അപ്പോൾ എന്തായിരുന്നു? ഒരു പ്ലാന്റ്സ് വാട്ടറിനൊക്കെ ലോസ് ചെയ്തു. എങ്ങനെ? വാട്ടർ വേപ്പറിന്റെ ഫോമിൽ എന്ത് ചെയ്തു? വാട്ടറിനെ എക്സസ് ചെയ്തു. ഏത് പാർട്ടിൽ നിന്ന്? ഏരിയൽ പാർട്ട് ഓഫ് ദി പ്ലാന്റിന്റെ ഏരിയ പാർട്ടിൽ നിന്ന് എന്ത് ചെയ്തു? പാർട്ടിലൂടെയാണ് എന്ത് ലോസ് ചെയ്തത്? വാട്ടറിനെ ലോസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പറയാം, ദീസ് പ്രോസസ് ആർ മെയിൻലി ഒക്കർ ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഒക്കർ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? ദ എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസ്പിറേഷൻ, ദ ട്രാൻസ്പിറേഷൻ വിച്ച് ഹെൽപ്പ് ദ ട്രാൻസ്പിറേഷൻ ഓഫ്
plants, അതായത് പ്ലാന്റ്സിലെ എന്ത് ചെയ്തു വാട്ടർ ഉണ്ടല്ലോ, വാട്ടർ മൂവ് ഫ്രം എവിടുന്നാണ്, അത് മൂവ് ഫ്രം റൂട്ട് ടു ദ അപ്വേർഡ് ഓഫ് ദി പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ആ അങ്ങനത്തെ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ട്രാൻസ്പിറേഷൻ. ദീസ് തിയറി ഇസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ട്രാൻസ്പിറേഷണൽ പുൾ തിയറി. ഓക്കെ, അപ്പോൾ അത് എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, ട്രാൻസ്പിറേഷണൽ പുൾ തിയറിയിൽ ഇതെന്ത് ഡീറ്റെയിൽഡായി എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ദ ലോസ് ഓഫ് വാട്ടർ എക്സ്പെഷ്യലി എവിടെ നിന്നാണ്, ഫ്രം ദ ലീവ്സ്. ഓക്കെ, ലീവ്സ് എന്ന് എന്താണ്, ലീഫ് എന്താക്കിയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്, എ സ്ട്രോ എഫക്റ്റ്. സ്ട്രോ എഫക്റ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യും, സ്ട്രോ എഫക്റ്റ് പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യും, വാട്ടറിനെ മുകളിലേക്ക് എന്ത് ചെയ്തു, പുഷ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു എന്തായി ആക്ട് ചെയ്തത്, അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് കൺസിഡർ ചെയ്യുക, ആ ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ഉണ്ട്, അതിൽ വാട്ടർ നമ്മൾ കുടിക്കുമ്പോൾ എന്ത് സ്ട്രോ ഇടും, സ്ട്രോ എന്ത് ചെയ്യും, മുകളിലേക്ക് എന്താ ചെയ്യുക, പുഷ് ചെയ്യും, വെള്ളത്തിന് എന്ത് ചെയ്യുക, നമ്മൾ വായയൊക്കെ പുഷ് ചെയ്യുന്നില്ല, അതേ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, ലീഫ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ദ ലോസ് ഓഫ് വാട്ടർ, ദ ലീഫ് ആക്ട് ആസ് എ സ്ട്രോ എഫക്ട് ആക്ട് ചെയ്തു. ആൻഡ് വാട്ട് ഹാപ്പൻ, ദാറ്റ് പുൾ ദ വാട്ടർ ടു ദി അപ്വേർഡ്, എന്തായത് വാട്ടറിനെ അപ്വേർഡിലേക്ക് പുൾ ചെയ്തു. ദ ട്രാൻസ്പിറേഷൻസ്, ഓക്കെ, ദ ട്രാൻസ്പിറേഷൻ ഓൾസോ ആക്ട് ആസ് ആൻ എക്സ്ക്രീറ്ററി സിസ്റ്റംസ്. ഓക്കെ, എന്താ ട്രാൻസ്പിറേഷൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒരു എക്സ്ക്രീറ്ററി മെക്കാനിസം ആക്കിയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് വിച്ച് ഹെൽപ്പ് ഫോർ ദ റിജിഡ് എക്സസ് ഓഫ് വാട്ടർ. ഓക്കെ, റിജിഡ് ആൻഡ് ഗെറ്റ് റിജിഡ് ടു ദ എക്സസ് ഓഫ് വാട്ടർ. അതായത് ട്രാൻസ്പിറേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. അതായത് പ്ലാന്റ്സിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് എന്താണ്, നമ്മൾ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാന്ന്. അപ്പോൾ അതായത് ഇവിടെ ലീഫ് എന്താ ചെയ്തു, ലീഫ് ഒരു സ്ട്രോ എഫക്റ്റ് കാഴ്ചവെച്ചു. അതായത് സ്ട്രോ എഫക്റ്റ് കാണിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കാം, ആ സ്ട്രോയിലൂടെ താഴെ നിന്നുള്ളത് എന്ത് ചെയ്തു, ലീഫിലേക്ക് സപ്ലൈ ചെയ്തു. ആ കാര്യമാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തത്, ട്രാൻസ്പിറേഷൻസ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, so now we can conclude what we have discussed today. We have discussed what in respiration, what the inhalation, exhalation, diffusions, and the muscles, and one more is the over animals. These are we have discussed, and next we have discussed about transpirations in plants. Now in coming classes we will discuss about what transportation in human beings, and the last topic excretions. Thank you.